നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം, 3/4 ടീസ്പൂണ് ഉപ്പും 2 നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അത്രയും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 3 വലിയ സവാള ആട്ടോ ഞാൻ എടുത്തിരുന്നത്. നേരിയതായിട്ട് ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള അത് ഇതിലിട്ടിട്ട് നമുക്ക് 3 ബാച്ചായിട്ടാട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചിക്കൻ റെസിപ്പിയുടെ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഏതാ റെസിപ്പി എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ചിക്കൻ ചുക്കയാണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് 3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആ ഒരു മൊരിഞ്ഞ സമയത്ത് തന്നെ പൊടിച്ചെടുത്ത് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. അതിനുശേഷം ആ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, ചതച്ചെടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിയാതെ ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വലിയ 2 തക്കാളി ആട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. അതിനുശേഷം അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ആ ഒരു ചിക്കൻ വേവാനുള്ള വെള്ളമൊക്കെ ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും കേട്ടോ. എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുക്കാവുന്ന വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഇപ്പോഴും അതിലുണ്ട്, അത് അതിൽ കിടന്നോട്ടെ കേട്ടോ. അത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്തെടുത്തുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ അതിലങ്ങ് ഡ്രൈ ആയിട്ട് വരും. ഈ സവാള ചേർക്കുന്നതോടുകൂടെ സവാളയിലേക്ക് ആ വെള്ളം പിടിച്ചിട്ട് അത് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വലിയ ജീരകം പൊടിച്ചതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ലാസ്റ്റ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കിട്ടും കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാൻ ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കില്ലേ. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്